ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ 8300 9000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ സാംസങ് M14 അല്ലാന്നുണ്ടെങ്കിൽ F14 4G എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ രണ്ട് ഫോണുകളും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണുകളിൽ ഫുൾ HD റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ M14 എന്നുള്ള സ്മാർട്ട് ഫോൺ 8300 രൂപ പ്രൈസ് റേഞ്ചിലും F14 എന്നുള്ള സ്മാർട്ട് ഫോൺ 9000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഒരു 5G ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. സാംസങ് F14 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 11000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എക്സിനോസിന്റെ 1330 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ്. അപ്പം അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ഫോൺ 11000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഇപ്പം 13000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F34 5G എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് M34 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഈവൻ OSന്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. എക്സിനോസിന്റെ 1280 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 11 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. F34 എന്നുള്ള സ്മാർട്ട് ഫോൺ 13000 രൂപ പ്രൈസ് റേഞ്ചിലും M34 5G എന്ന സ്മാർട്ട് ഫോൺ 14200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഇത് പഴയ ഫോണാണ്. അതുപോലെ തന്നെ ഓഫറിലൊക്കെ ആയിട്ടാണ് 13000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വരുന്നത്. ഇനി അഥവാ ഓഫർ ഇല്ല, അതുപോലെ തന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സാംസങ്ങിന്റെ അമോലെഡ് ഡിസ്പ്ലേ ഉള്ള 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ M15 അല്ലെങ്കിൽ F15 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. അപ്പം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ OSന്റെ സപ്പോർട്ടും ഇല്ല. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നില്ല. പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. F15 5G എന്ന സ്മാർട്ട് ഫോൺ 12500 രൂപ പ്രൈസ് റേഞ്ചിലും M15 5G എന്ന സ്മാർട്ട് ഫോൺ 13000 രൂപ പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ്. F34 അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോണുകൾ എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ F34 അല്ലാന്നുണ്ടെങ്കിൽ M34 എന്നീ ഫോണുകളായിരിക്കും ബെറ്റർ. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 19000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലും അമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് പഞ്ചോൾ ഡിസൈൻ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിത്ത് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നുണ്ട്. എക്സിനോസിന്റെ 1380 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ M34 F34 എന്നീ ഫോണുകളിൽ ഇതുപോലുള്ള സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പും ഒക്കെ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോൺ 19000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ സാംസങ് M55 അതുപോലെ തന്നെ F55 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഇതിൽ F55 എന്നുള്ള സ്മാർട്ട് ഫോൺ 24300 രൂപ പ്രൈസ് റേഞ്ചിലും M55 എന്നുള്ള സ്മാർട്ട് ഫോൺ 23800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സറിന്റെ കാര്യത്തിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സാംസങ്ങിന്റെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. 13 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതല്ല എന്നുണ്ടെങ്കിൽ 28000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S21 FE എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ M55 F55 ഫോണുകൾ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഫോണും കൺസിഡർ ചെയ്യാം. പക്ഷേ ബഡ്ജറ്റ് കുറച്ച് കൂടുന്നുണ്ട്. ഇപ്പം ഇതിലും അമോലെഡ് ഡിസ്പ്ലേയും പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ 12+8+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 4500 mAh ബാറ്ററി വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട കാര്യമാണ്. 28000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 34500 രൂപ പ്രൈസ് റേഞ്ചിൽ S23 FE എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്.
സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. പ്രോസസറിന്റെ കാര്യത്തിൽ എക്സിനോസിന്റെ 2200 എന്ന പ്രോസസറേ വരുന്നുള്ളൂ. പിന്നെ 50+8+, 12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 44,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S23 എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. 6.1 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ച ഒരു പ്രോസസറാണ്. 50+10+, 12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3900 mAh ബാറ്ററി വരുന്നുള്ളൂ. ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 44,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 56,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S24 നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.2 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിന്റെ 2400 എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. 50+12+, 10 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ S24 എന്ന സ്മാർട്ട് ഫോൺ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ സെയിം ആയിട്ടുള്ള പ്രോസസറും ക്യാമറ സെറ്റപ്പൊക്കെയാണ് വരുന്നത്. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ 4900 mAh ബാറ്ററി വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 95,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ എക്സിനോസിന്റെ പ്രോസസറാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സ്നാപ്ഡ്രാഗന്റെ പ്രോസസറുള്ള സാംസങ്ങിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് S23 Ultra എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 85,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നുണ്ട്. ഇതിലും 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസർ ഇതിൽ വരുന്നുണ്ട്. 200+10+10+, 12 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 85,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കിട്ടുന്നുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗന്റെ പ്രോസസറുമായിട്ട് വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 1,13,000 രൂപ പ്രൈസ് റേഞ്ചിൽ S24 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ. ഇതിൽ 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ തന്നെ വരുന്നുണ്ട്. 200+12+, 50+, 10 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 1,13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡബിൾ ഫോൺസ് വേണ്ടി വരും. ഇപ്പം ഫോൾഡബിൾ ഫോൺസ് വേണം എന്നുണ്ടെങ്കിൽ ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 3 എന്ന ഫോൾഡബിൾ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 43,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്ത് 1.9 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസറാണ് വരുന്നത്. 12+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 3300 mAh ബാറ്ററി ഇതിൽ വരുന്നുള്ളൂ. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 10 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടുമാണ് വരുന്നത്. 43,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ Z Flip 4 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസർ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 3200 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ Z Flip 5 എന്ന ഫോൾഡബിൾ ഫോണും വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതും ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ 3.4 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുറത്ത് കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസർ വരുന്നുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. 91,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Z Flip 6 എന്ന ഫോൾഡബിൾ ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 4000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും തന്നെയാണ് വരുന്നത്.
1,10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വലിയ ഫോൾഡബിൾ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 1,17,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Fold 4 എന്ന ഫോൾഡബിൾ ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ 7.6 ഇഞ്ചിന്റെ ക്വാഡ് HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ പുറത്ത് 6.2 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് ബാക്കിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേയിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഒരു ഡിസ്പ്ലേയിൽ 4 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4400 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 1,17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇനി ഇതല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൾഡബിൾ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് Z Fold 6 എന്ന സ്മാർട്ട് ഫോൺ 1,57,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പുറത്ത് കുറച്ചും കൂടി വലിയ 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ സാംസങ്ങിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.